മലയാളികൾക്കും നിരവധി സിനിമകളിലൂടെ വളരെയധികം സുപരിചിതമായ മുഖമാണ് മൻസൂർ അലി ഖാൻ്റേത്. എന്നാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ ദുഃഖം പകരുകയാണ് ആ വാർത്ത. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ ഇപ്പോൾ കുഴഞ്ഞു വീണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മണിക്കൂറുകളായി തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. ഇദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് പ്രേക്ഷകരൊന്നും അറിഞ്ഞില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഏറെ മണിക്കൂറുകളായി തന്നെ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലായിരുന്നു നടൻ മൻസൂർ അലി ഖാൻ കുഴഞ്ഞു വീണത് എന്നാണ് വാർത്തയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നടൻ മൻസൂർ അലി ഖാൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുഴഞ്ഞു വീണു. വെല്ലൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന താരം ഇറച്ചിവെട്ടിയും പച്ചക്കറി വിറ്റുമൊക്കെ വ്യത്യസ്തമായ പ്രചാരണമായിരുന്നു നടത്തി വന്നിരുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം മൻസൂർ അലി ഖാന്റെ ഈ പ്രചരണം എല്ലായിടത്തും വൈറലായിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കുഴഞ്ഞു വീഴൽ കൂടി നടന്നത്. എന്നാൽ ഇപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആരാധകർക്കും അദ്ദേഹത്തിന്റെ പാർട്ടി പിന്തുണയ്ക്കുന്നവർക്കും ഒക്കെ തന്നെ വല്ലാത്ത വേദനയായി മാറുകയാണ്. വെല്ലൂരിലെ ഗ്രാമങ്ങളിൽ പ്രചാരണം നടത്തുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന് ആദ്യം നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. നെഞ്ചുവേദന അനുഭവപ്പെട്ട നിമിഷങ്ങൾക്കകം തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് മൻസൂർ അലി ഖാനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ പോവുകയായിരുന്നുവെന്ന് വാർത്തയിൽ പറയുകയാണ്. ഉടനടി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തിനെ കയറ്റുകയായിരുന്നുവെന്നും മണിക്കൂറുകളായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്നും എന്നാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല എന്നും വാർത്തയിൽ പറയുന്നു. സഹായികൾ ഉടൻ തന്നെ അദ്ദേഹത്തിനെ ഗൂഢായുധം മേഖല ആശുപത്രിയിൽ എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോഴും അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു പരാജയപ്പെട്ട മൻസൂർ ഇത്തവണ അണ്ണാ-ഡി-എം-കെയൊപ്പം മത്സരിക്കാൻ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിച്ചതും. ഇന്ത്യ ജനനായക പുലികൾ പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടിയും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ആ പാർട്ടി വഴി തന്നെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് എപ്പോഴും മൻസൂർ അലി ഖാൻ ശ്രമിക്കുന്നതും. അദ്ദേഹം ഇത്തരത്തിൽ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രചാരണ വേളയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. എല്ലാവർക്കും സങ്കടമുണ്ടെന്നും അദ്ദേഹത്തിന്റെ അവസ്ഥയോർത്ത് എല്ലാവരും ഇപ്പോൾ സങ്കടത്തിലാണെന്നും പറയുന്നു. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ മൻസൂർ അലി ഖാന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്നും അദ്ദേഹം ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു എന്നൊക്കെ നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട്. ഈ ചോദിച്ചെത്തുന്നതിൽ മലയാളികളും ഭൂരിഭാഗം പേരുണ്ടെന്നറിയാം. നിരവധി മലയാള സിനിമകളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട സിനിമയായിരുന്നു സത്യം ശിവം സുന്ദരം എന്ന സിനിമ. അതുപോലെ തന്നെ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട ഇദ്ദേഹം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.